ഹലോ, എന്തൊക്കെയുള്ള വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ഫ്രൈഡേ മാത്രമല്ല 2 ദിവസത്തെ വീഡിയോ. അപ്പോൾ പുറത്തെല്ലാം പോയിട്ടുണ്ടായി, മീൻ മാർക്കറ്റിലെല്ലാം പോയിട്ടുണ്ടായി. മാർക്കറ്റല്ല, മീൻ ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലം. പിന്നെ കുറച്ച് നമ്മളെ കലാപരിപാടികളായിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. രാവിലെ എന്ന് പറയാനല്ല, സമയം ഒരു 10:30-11 മണി കഴിഞ്ഞ്. ബീഫ് കറി രാത്രിയെ ഉണ്ടാക്കി വെച്ചിന്. ഈ ചൂട് കഴിയുന്നില്ല ചൂടിന്, അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിന്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കണം, പിന്നെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കറി. കഴിഞ്ഞതിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കളിയാക്കി. അതെന്തൊരു കറിയാന്ന് കേട്ടിട്ട്. നമുക്കിഷ്ടം അങ്ങനത്തെ കറി, നമ്മുടെ നാട്ടിലത്തെ കറി നമുക്കിഷ്ടമല്ലേ. അപ്പോൾ ഇതാണ് കറി. ഇനി ഒന്ന് രാത്രിക്ക് പള്ളിക്കറി ആക്കണം. പള്ളിക്കറി അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല, നല്ല എന്താ പറയുന്നത്, ബറാത്തീബിനല്ലോ, അതുണ്ടാക്കണം. എന്നിട്ട് പത്തൽ ഉണ്ടാക്കണം. പക്ഷെ ഇപ്പോൾ പൈച്ചിട്ട് ചെയ്യുന്നില്ല. കുബൂസ് ഉണ്ട്, രാത്രി മേങ്ങിയ കുബൂസ് ഉണ്ട്. അതിന് ഒന്ന് ഓംലേറ്റ് അടിച്ചിട്ട് മുട്ടയിട്ടിട്ട് ഓംലേറ്റ് ആക്കിയിട്ട് അത് ചുറ്റി തിന്നണം. അപ്പം ഒന്ന് അതാക്കണം. ഞാൻ കഴിയുന്നില്ല, നല്ല പൈക്കുന്നു. ഞാൻ പൊതുവെ ഇറച്ചി കറി വെക്കുന്ന ഇങ്ങനെ, പക്ഷെ അതിൽ ചെറിയ ചെറിയ മാറ്റം വരുത്തിയെന്ന് ഇല്ലുണ്ടാക്കുമ്പോൾ. എങ്ങനെയുണ്ട് നോക്കാട്ട്. അപ്പോൾ കൂട്ടിയിട്ടാണോ അറിയണമെങ്കിൽ എങ്ങനെയുണ്ട്. ഇന്നലെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം തൊട്ട് നോക്കിയിട്ടാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ ചെറിയ ചെറിയ പൊടികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കട്ടെ. ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. കുറേ പാത്രമുണ്ട്. അതെന്തോ ബനെ ഇന്ന് കാലത്ത് എണിക്കാൻ വിചാരിച്ചേ, പിന്നെ ഉറങ്ങിപ്പോയി. അതേ കഴിഞ്ഞിട്ട് ഞാൻ ശരിച്ചാനോട് പോകുമ്പോൾ പറഞ്ഞു AC ഓഫ് ആക്കണം. പക്ഷെ എനിക്ക് AC ഓഫ് ആക്കിയിട്ട. ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഇപ്പം 10:30 മണി കഴിഞ്ഞ്, 11 മണിയായി. ഇന്ന് പ്രത്യേകിച്ചിട്ട് പണി വല്ല എപ്പോഴും പോകുന്ന നേരത്തേക്ക് തന്നെ ഇന്നും പോകണം. ആടുന്ന് കഴിഞ്ഞൊക്കെ കുറച്ച് സാധനം മേങ്ങാണ്ട്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മദീനാലിട്ട്. അവിടേക്ക് പോകണം. പിന്നെ ഉച്ചയ്ക്ക് മീൻ മേങ്ങാൻ പോകണമെന്നൊരു പ്ലാൻ ഉണ്ട്. അനുസരിച്ച് വന്നിട്ട് പ്ലാൻ മാറ്റുമോ നമുക്കറിയില്ല. ഒരു മീൻ കിട്ടുന്ന സ്ഥലമുണ്ട്, ഒരു വീട് ഒക്കെ പോകണമെന്നുണ്ട്. നമ്മൾ മീൻ മേങ്ങിക്കൊണ്ടായ സ്ഥലത്തൊന്നും ഇപ്പോൾ ശരിയാണില്ല മീൻ. അങ്ങനെ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ചേച്ചി അവൻ്റെ എന്താണെന്ന് അറിയില്ല. ചേച്ചി രാവിലെ എണീച്ചിട്ട് കളിക്കാൻ പോയിട്ട് ഇപ്പോൾ രാവിലെ പോയ 6 മണിക്കാണല്ലോ, 6:30 പോയ. ഞാൻ അപ്പം എണീച്ചിട്ട് കിടന്നേ. പിന്നെ ഇപ്പം എണീച്ച ചൂടില്ല, കൂടിക്കൊണ്ട് വന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ചൂടില്ല അറിഞ്ഞിട്ട് കുറഞ്ഞിരുന്ന. ഇനി പകരം ഈ ആഴ്ച നോക്കിയാൽ ഓന്നേണ്ടായിരുന്നു, കുറഞ്ഞില്ലാന്ന് തോന്നും. നല്ല ചൂടുണ്ട്. പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവരും? കിച്ചണിൻ്റെ കോലം ആരും നോക്കണ്ട, ഫുള്ള് ഇതായിട്ടുണ്ട്. ഇന്നെല്ലാത്തിനും ഉണ്ടാക്കിയാലോ ഇതെല്ലാം തുടച്ചിട്ടൊന്നുമില്ല. ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അപ്പം എന്നെ കടക്കുമ്പോൾ 1 മണിയായിന്. പിന്നെന്താ നോക്കിയിട്ട് ആടെയെല്ലാം ഇട്ടിച്ചിട്ട് കിടന്നേ. ഇനിയിപ്പോൾ നെയ്ച്ചോറ് വെക്കണം, ഒന്ന് ഫുൾ ഒത്തരാക്കണം. പിന്നെ ചേച്ചി വരുമ്പോൾ പപ്പടം കൊണ്ടുവരാന്ന് പറഞ്ഞിനെ, കൊണ്ടുവന്ന് അങ്ങനെ കാച്ചണം. അങ്ങനെയൊക്കെ ഉണ്ട് പണി. അപ്പോൾ ഇത് ആ ചട്ടി ചൂടായതിലേക്ക് നമുക്ക് ഓംലേറ്റ് ഒഴിക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും. നല്ല ചൂടായി. എന്നിട്ട് ഇങ്ങനെ ആക്കാം. എന്നിട്ട് കുബൂസ് ഇങ്ങനെ വെക്കാം. എന്നിട്ട് കുബൂസിനെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ആക്കാം. ഇച്ചിരി കുരുമുളക് പാറ്റണം. അത് മറിച്ചിട്ടിട്ടായിട്ട്. പക്ഷെ കുരുമുളക് കാണില്ലല്ലോ. എല്ലാം തീർന്നാച്ചത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്ന കുരുമുളക് കുറച്ചാണോ അടിയോ വെച്ചിനെയാണ്. അതിനൊന്ന് പൊടിച്ചിട്ട് ഇടണൽക്ക്. പിന്നെ ഞാൻ വെറുതെ ചെല്ലിട്ടത് ചൂടില്ലാന്ന് സഹിക്കുന്നില്ല.
ഇന്നത്തെ വീഡിയോ ആരും നോക്കിയിട്ട് അതിന് മുന്നത്തെ വീഡിയോ ഒരു 400 സംതിങ് ആളങ്ങ് നോക്കിനെ. കഴിഞ്ഞ വീഡിയോ 100 എത്രയോ ആൾ. നമുക്ക് ബേജാറായി. നമുക്കില്ല ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ. നല്ല അറിയുമ്പോൾ കുറേ അല്ല, എന്നാലും ആവശ്യത്തിന് ഒരു 20K അടുത്തുണ്ട്. എന്നിട്ടും യൂട്യൂബിൽ കാർഡ് വരുന്നില്ല. നമുക്ക് ബേജാറാണ്. പോട്ടെ, ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാം അല്ലേ. ഇങ്ങനെയാണ് കുറേ ആൾ ചെല്ലുന്ന കഴിഞ്ഞ വീഡിയോ പാങ്ങുണ്ടായിരുന്നു. കുറേ ആൾ മോശമില്ല അതിൽ, കുറേ ആളല്ലേ പാങ്ങുണ്ടായിട്ടാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെല്ലുന്നത്. പാങ്ങുണ്ടാകുമ്പോൾ പാങ്ങില്ല ഒരാളെ മൈൻഡ് പറയല്ലേ. അധികം മോശമില്ല അല്ലേ. കുറച്ചാൾ പാങ്ങുണ്ടായില്ല, പിന്നെ കുറച്ചാൾ പാങ്ങുണ്ടായിട്ടാന്നില്ല. പക്ഷെ എനിക്ക് ബേജാറില്ല. നേരെ ചെല്ലുമല്ലോ, എന്തായാലും കളയിലിട്ടാലോ. അതുകൊണ്ട് ബേജാറിനെ എനിക്ക് മല്ലിച്ചപ്പിടാൻ മറന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം മേങ്ങാൻ മറക്കും. എന്നുണ്ട് കൊണക്കട്. അപ്പോൾ ശരിച്ച വരുമ്പോൾ മല്ലിച്ചപ്പ് കൊണ്ടുവരാൻ അടിക്കാഞ്ഞിട്ട കുറച്ച് കൂടി കായിട്ട്. പിന്നെ ഗ്യാസ് എന്താക്കിനെ. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ റൂം ഒന്ന് ക്ലിയർ ആക്കി തരാം. റൂം ഞങ്ങൾക്ക് കാണിക്കുന്നില്ല, അങ്ങനെ ആക്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ അത്ര ആയിട്ടുണ്ടായിട്ടാണ് അതിനോട് ഞാൻ കാണിച്ചത്. അപ്പം ഞാൻ അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ബിഹ്യം വരാം. അപ്പോൾ ഇത് ആ റൂം ഒന്ന് അത്ര ആക്കിയിട്ടിട്ട് പിടിച്ചിട്ടിട്ട് നനക്കാൻ ലോഡ് കണക്കിന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ സുപ്ര മാറ്റി. ഇത് സുപ്ര എപ്പോഴും ഇത് ആരുപ്പ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായി. എന്തെന്നപ്പാ സുപ്രനെ ഒരിക്കുന്നതിന് ഷീറ്റ് ഇട്ടാൽ പോലെയാണ്. സുപ്ര ഇങ്ങതുള്ളതുകൊണ്ട് ഞങ്ങൾ ഇട്ടത്. എല്ലാം ഇടല്ല, എല്ലാം ഡെയിലി തുടക്കണം. ഇത് പോയിന് തുടച്ചിട്ട് അങ്ങനെയാണ് സുപ്ര ഇട്ട. ഇനി തീർന്നിട്ടാകുമ്പോൾ എന്താവും അറിയില്ല. പിന്നെ ഇതിൽ കുബൂസുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ അറിയാണ്ട് കുറച്ച് കുബൂസ് ഞങ്ങൾക്ക് പോയി. ചോറുണ്ടായി, ഞാൻ പിന്നെ ചോറ് കഴിച്ച്. ഞങ്ങൾക്ക് കുബൂസിനോട് വലിയൊരു ഇതില്ല. റൂമിൽ ക്ലീൻ ആക്കിയിട്ടാവോ, ക്ലീൻ ആക്കേണ്ട അത്ര ബാക്കിയുള്ള എല്ലാം സെറ്റായി. പിന്നെ ഇവിടെ വയ്ക്കുക ചക്കക്കുരു. കഴിഞ്ഞ വീട്ടിൽ അച്ചാറ് കണ്ടിട്ടേ അതെൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞ ഓള് കുറച്ച് ചക്ക തന്നിട്ടുണ്ടായി. അപ്പോൾ അതിലത്തെ ചക്കക്കുരു ഇവിടെയുണ്ട്, ഞങ്ങൾ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറി വെക്കണം വരുന്ന. ചൂട്ടിൽ സഹിക്കാനില്ല. പിന്നെ ഇത് നമ്മളെ പത്തിരിപ്പൊടി, പത്തല്ല പൊടി രാത്രി മീൻകൊണ്ടുവന്ന ഓഫർ ഉണ്ടായി 2 എണ്ണം. പിന്നെ ഉള്ളി, പിന്നെ കൊച്ചിൽ കൊണ്ടിട്ട്. പിന്നെ ഇതില്ലേ ഇവിടെ വയ്ക്കുക ഇത് ബെഡ്ഷീറ്റ്. ഞങ്ങൾ ചെറിയ ബെഡ്ഷീറ്റ് ബംഗാളിട്ട് പോയ ബെഡ്ഷീറ്റ് ശരിയാകുന്നില്ല. അപ്പോൾ വിചാരിച്ച് ഈ ബെഡ് ഗുണം കൊടുക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വലിയ ബെഡ്ഷീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുമിച്ച് ബെഡ്ഷീറ്റ് പിരിച്ചിട്ട് വെച്ചെങ്കിൽ ഇതാവുമെന്ന്. പക്ഷെ അടുക്കത്തില്ല, ഇത് ഓഫറിലുണ്ട്. ഇതിന് നല്ല റേറ്റ് 30 റിയാൽ എന്തോ ഉണ്ടായി. പക്ഷേ ഓഫറിൽ എത്ര 11-12 എന്തോ ഉണ്ടായി. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇത് മേങ്ങാന്നു. നാട്ടിലേക്ക് കൊണ്ടുപോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ യൂസ് ആക്കാറുണ്ട്. പക്ഷേ ഇതിലേക്ക് യൂസ് ആക്കാനില്ല, ഒരു കട്ടിൽ ഇൻഷാല്ല മേങ്ങണം. എന്നിട്ട് ഇതിലേക്ക് യൂസ് ആക്കാറുണ്ട്. നമ്മൾ കട്ടിൽ എങ്ങനെ സമയത്ത് ഇത് ഇല്ലാങ്ക ഓഫറിലിട്ട് ഇതിനെ എടുത്ത് ഇപ്പോൾ സാധനമെല്ലാം കയറ്റിയിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. ഇനി അടിക്കണം, തുടക്കണം. നനക്കുന്ന നാളെ എല്ലാം പൊത്തിയിട്ട് വെക്കണം. കുറേ ഉണ്ടിരുന്നു, കുറേ നനക്കാണ്ട്. നമ്മളെ ജാക്കറ്റില്ലേ, കോട്ട് തണുപ്പ് വരാനായി എല്ലാവരും കോട്ടിലെടുത്തിട്ട് എൻ്റെ ഇട്ടണം നനക്കാലിട്ട്. ഷൂ എല്ലാം ഉള്ളിൽ വെച്ച് അങ്ങനത്തെ ചൂട്ടിൽ പുറത്ത് വെച്ചിട്ടില്ലേ എൻ്റെ ഷൂ പൊട്ടിപ്പോയച്ച്. വീട് ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. കഴിഞ്ഞ ആഴ്ച അവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ടായിട്ട് വാഷ് ബേസെല്ലാം പൊടി പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ടില്ലേ, ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് അവിടെ നല്ല പൊടി വരുന്നു വാഷ് ബേസിലേക്കെല്ലാം. വാഷ് ബേസ് കഴിഞ്ഞ ആഴ്ച ക്ലിയർ ആക്കിയിട്ടാണ്, വീടിനെ കഴിഞ്ഞ ആഴ്ച ക്ലിയർ ആക്കിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞൊന്ന് ക്ലിയർ ആക്കണം. ഇതെത്ര ക്ലിയർ ആക്കിയെങ്കും പിന്നെ ഇങ്ങനെ പൊടി വരും അവിടെ ഓപ്പൺ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാനിപ്പം കാരങ്ങ് വരുന്ന മാത്രമേ ക്ലിയർ ആക്കാം. പക്ഷെ ഇന്നിപ്പോൾ നല്ല ഓണായിട്ട് കാണും. കിച്ചൻ്റെ കോലൊന്ന് നോക്കിയാൽ അങ്ങനെ ആയിട്ടുണ്ട്. പാത്രമെല്ലാം അടയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ കറി ചൂടാക്കി. ഇനി ഞാൻ ശരിച്ച് ഒരു മല്ലിച്ചപ്പ് കൊടുന്നെങ്കിൽ ബർബാക്കണമല്ലോ, മല്ലിച്ചപ്പ് ഇടണം. പിന്നെ ബർബ് ഉണ്ടാക്കിയിട്ട് വെക്കണം. അടുക്കിപ്പോൾ നാട്ടിൽ ബർബ് ഉണ്ടാക്കിയിട്ട് വെക്കണം വിചാരിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും രാത്രി ആവുമ്പോൾ തിന്നുമ്പോൾ. ഇനി അമ്മയ്ക്കിനെ തിന്നാം. ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിന്നൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ തിന്നിട്ട് വരാം.
അങ്ങനെ ഇതാ നല്ല കുറച്ച് ഒത്തരാക്കി പാത്രമെല്ലാം കയറ്റി വെച്ച് ചോറ് വെച്ച് ഇനി അടിക്കാനുണ്ട് തുടക്കാണ്ട് നോക്കുക ബസ്സെടുത്തിട്ട് ഊറ്റുന്നുണ്ടോ എന്ത് ചൂടെന്ന് അറിയുന്നില്ല ഇന്ന്. കിച്ചണ് ആകെ ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയാൽ ഇന്നലെ കറി ഉണ്ടാക്കി, രാത്രി കറി ഉണ്ടാക്കി, അപ്പം ചുട്ട് അല്ല അപ്പം ഇട്ടെ കുബൂസങ്ങി ബീഫ് കറി ഉണ്ടാക്കി ഫുള്ള് ഇതായിട്ടുണ്ടായി. ഇനി ഇതൊന്ന് തുടച്ചിടണം. ചോറ് വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഒരു സ്റ്റിക്കർ മേങ്ങിയിട്ട് ഇടണമെന്നുണ്ട്. ഫുള്ള് ഞാൻ തീർച്ചിട്ട് താന്നുണ്ട് ഇതൊക്കെയാ. ഞാൻ വരുമ്പേ ഇങ്ങനെ ഉണ്ടായി കുറച്ച്, അല്ലെങ്കിൽ ഇത് ബാച്ചിലേഴ്സ് ഉപയോഗിച്ചുണ്ടായ റൂമെന്ന് തോന്നുന്നു. ഇപ്പം പിന്നെ പറയണ്ട നല്ലോണം അതിന്. അപ്പോൾ ഇനി ഇതാക്കണം സ്റ്റിക്കർ മേങ്ങണം വെച്ചാൽ മദീന പോയെങ്കിൽ ഉണ്ടെങ്കിൽ മേങ്ങണം. എന്തെല്ലാം മേങ്ങണമെന്ന് അറിയുന്നില്ല. രണ്ടാമത് ഞാൻ എഗെയിൻ കൂട്ടാതിൽ തൂക്കാൻ തുടങ്ങി. മുമ്പേക്ക് നിർത്തിയിട്ടുണ്ടായി ഞാൻ എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചോണ്ടായി ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇപ്പം അതിൽ റിപ്പീറ്റ് ഇടന്നെ ഇത് തന്നെ ഇപ്പോൾ ഒന്നും എന്താ അറിയുന്നില്ല. പെട്ടെന്ന് കിട്ടുന്ന ഇടുന്നല്ലേ. ഇപ്പോൾ പൊട്ടി അതിൻ്റെ ഇടന്നെ വെച്ചോന്ന്. കഴിയുന്നില്ല. കുക്കറെ കുക്കറെ കഴിയുന്നില്ല ചൂട്ടിൽ. അപ്പോൾ ഞാൻ കുക്കർ കൂക്കുന്നിടയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് തുടക്കുന്ന ബൈറ്റ് തുടക്കുക. കഴിയുന്നില്ല ചൂട്ടിൽ അടിച്ചിട്ടിട്ട് ഇടാം. കുക്കർ നോക്കി ഇനി നമുക്ക് ബന്ധാക്കാം. ഇനി ഉള്ളിലേക്ക് പോയിട്ട് ഇരിക്കണം. കുക്കർ അടിച്ചിട്ടാ ഞാൻ അടിക്കണം അത്ര വീടിയും ഇതെല്ലാം ബയ്യ അത്ര ആക്കാൻ വിചാരിച്ച്. കഴിയുന്നില്ല. എന്ത് ചൂട്. ഓ വെള്ളമല്ലതാ ഇങ്ങനെ വെച്ചിട്ട് കുടിക്കുന്ന എന്താവും അറിയാല. വെള്ളം തീർന്നുപോയി കുടിച്ചിട്ട്. വെള്ളമില്ല ഇതിപ്പോൾ കട്ടയുണ്ട്. എങ്ങനെ കുടിക്കുന്ന ഇരിക്കുന്നുണ്ട്. ഐസ്ക്രീം ഉണ്ട് ഫ്രിഡ്ജിൽ. ഐസ്ക്രീം തേങ്ങ എടുത്തിട്ട് തായാക്കുന്ന ഇപ്പോൾ ആക്കണപ്പോൾ വല്ല ബയ്യാക്കാം. ഇത് ഐസ്ക്രീം മൈ ഫേവറേറ്റ്. സ്ട്രോബെറി ഇവിടെ നിന്ന് ഒത്തരാക്കിയിട്ടാ വല്ല അടിക്കുമ്പോൾ ഒത്തര കല്ലിട്ട്. നമുക്ക് ഐസ്ക്രീം ഒന്ന് തിന്നാ. ഇതിൻ്റെ ഇത് നല്ല മജ്ജയുണ്ട് കാണിച്ചാൽ അതാണ്ടേ. അയ്യോ ഇതെങ്ങനെയാണ് വെക്കുന്നത്. നല്ല പാങ്ങില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. പക്ഷെ ലൂല് ഇന്നലെ കേട്ടിട്ടാണ് ഞാൻ ശരിച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ വീടിന് വാങ്ങിയ. അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ. ഇപ്പോൾ വാങ്ങെല്ലാം കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ തോന്നിയിട്ട് കുറച്ച് നേരം കടന്നിട്ട് ആകുമ്പോഴത്തേക്കും ശരിച്ചാൽ വരും. പിന്നെ പപ്പടം കൊടുന്നെങ്കിൽ കാച്ചാം ഉറപ്പൊന്നുമില്ല. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ മീൻ മേങ്ങാൻ പോകുന്ന ചിലിക്കോ ഉണ്ടായി അറിയാല. അപ്പോൾ പോയെങ്കിൽ അതും കൂടി ഉണ്ടാവും വീടത്തിൽ. തണുപ്പിനില്ലേ ഈ ബസ്സത്തിലുള്ള സമയത്ത് ഐസ്ക്രീം തിന്നുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ്. എനിക്ക് ഐസ്ക്രീം എന്തോ ഒരു ടേസ്റ്റ് ഇടയ്ക്കൊരു ശരിച്ചറിയാണ്ടൊക്കെ വേഗം തന്നെ. പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് വേണമെന്നല്ലോ. അങ്ങനെ ഐസ്ക്രീമെല്ലാം തോന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ ഇരുന്നിന് ഫോണിലാണ് നോക്കിയിട്ട് ഇരുന്നിട്ടാകുമ്പോൾ ശരിച്ച വന്ന് പപ്പടം കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ പപ്പടം പൊരിച്ച് ഉള്ളി വേണമല്ലോ ഉള്ളി മുറിച്ച് പിന്നെ ഞങ്ങൾ ബേക്കുമ്പോൾ എങ്ങനെ വിസം പറയുന്നത് ഇന്ന് പോണാ മീമെങ്ങാൻ പോയില്ല. അങ്ങനത്തെ ബനിയാന്ന് കളിക്കാൻ പോയല്ലേ കാലത്തെ അതിൻ്റെ ഒരു അങ്ങനെ നെയ്ച്ചോറും ബീഫും പപ്പടെല്ലാം കൂട്ടി നല്ലൊരു മൃഷ്ടാണ്ട ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ മീമേങ്ങാൻ പോയിട്ടാ. ഇത് മീമേങ്ങാൻ പോകുന്നതല്ല. ശരിച്ച ഉറങ്ങി. കളിക്കാൻ കാലത്ത് പോയോണ്ട് എനിക്ക് ഉറക്ക് വരുന്ന നാളെ പോകാന്നിട്ട് ഉറങ്ങി. പിന്നെ ഇത് ഞാൻ എപ്പോഴും പോകുന്നില്ലേ വെള്ളിയാഴ്ച ആടക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ടില്ല. അപ്പോൾ 2-3 കേട്ടിന് ആരൊക്കെ കാറിൽ പോകാൻ. ശരിച്ചാൻ്റെ ബോസ് ഒരു ഷോപ്പിലേക്ക് പോകുമ്പോൾ എന്നവിടെ ഇറക്കിയിട്ട് പോകും. രാത്രി ഷോപ്പ് കടിച്ചിട്ട് വരും, എന്നെ കൂട്ടിക്കൊണ്ട് വരും. ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങി. ഞാൻ കിടന്നിട്ട് പോകുന്നില്ലല്ലോ. പിന്നെ കുറച്ച് നേരം കിടന്നിട്ട് ഉറങ്ങി. പിന്നെ പണി കുറച്ച് പാത്രമെല്ലാം ഉള്ളെല്ലാം ഒത്തരാക്കി ഞാൻ മുറ്റൊന്ന് അടിച്ചിട്ടുണ്ടായിട്ട് അതെല്ലാം അടിച്ചിട്ടായിട്ട് ഒരു 5 കാലമായിരുന്നു പോകുമ്പോൾ. എന്നിട്ട് അടുക്കെത്തിയതാടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വിഷം പറയും. ഞങ്ങൾ എന്ത് വിഷം പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ടൈം ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിഷം പറയും. വിഷം പറഞ്ഞിട്ട് ലാസ്റ്റ് 11 മണിയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ടെൻഷനായി. ആര് കിട്ടുമോ, ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ. പക്ഷേ ഇടയ്ക്കെത്തിയിട്ട് നമുക്ക് കുറച്ച് 2-3 ഫ്രണ്ട്സിനെ കിട്ടി. മാഷാഅല്ലാഹ് നല്ല ഫ്രണ്ട്സ്. ആടെ ഉറക്കി ഇരുന്നിട്ട് വിഷം പറയുമ്പോൾ എന്ത് പറയുന്നത് എന്തുമില്ല, വേറെ എന്തോ ഓർമ്മ ഒന്നുമില്ല. ഇങ്ങനെ വിഷം പറയും. പിന്നെ അതിന് പറഞ്ഞിരിക്കുമ്പോൾ ചെല്ലണ്ട ടൈം. ഞാനൊരു 5 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ 11 മണിക്ക് മിസ്റ്റർ ബോസ് മിസ്റ്റർ വരുന്നുമ്പോഴേക്കില്ലേ ബുറുക്കടി ഒറ്റ പാച്ചിൽ
അത്ര ആടത്തോളം എന്നെ വിഷം പറഞ്ഞോളൂ. എന്ത് ഞങ്ങൾക്ക് അത്രത്തോളം മുണ്ടാനുണ്ടേ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ വിഷം പറയും. അങ്ങനെ ഇതാ ചട്ടപ്പടേന്ന് വന്നിട്ട് പിന്നെ ഞാൻ എത്തുമ്പോൾ 11:30 അതിനെ പിന്നെ ശരിച്ച വരും 11:45 പിന്നെ പത്തലിടാൻ വിചാരിച്ച് അങ്ങനെ പത്തലുണ്ടാക്കുന്ന പത്തലുണ്ടാക്കിയിട്ടായിട്ട് ഞാൻ ബർബ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ പോകുമ്പോൾ കഷ്ടകാലത്ത് ഞങ്ങൾക്ക് ബർബ് ഉണ്ടാക്കാനും മറന്നുപോയി, തേങ്ങ താഴെ വെക്കാനും മറന്ന്, എല്ലാം മറന്നു. അങ്ങനെ തേങ്ങാനും ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിലിട്ടിട്ട് തേങ്ങാൻ്റെ വെള്ളം ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളം കൂട്ടി വെച്ചിട്ടുള്ള അതൊന്ന് ഐസ് പോയി കിട്ടാൻ ഫ്രീസറിൽ വെക്കുന്നതല്ലേ, അങ്ങനെല്ലാം ആയിട്ടുള്ള ചട്ടപ്പടേന്നൊരു പണിയാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് കുറച്ച് മുന്നേ വരാം, പക്ഷെ വരാൻ ആൾക്കാരൊന്നുമില്ല, സ്ഥലമൊക്കെ വരണത്ര. പിന്നെ അവിടെ ഇരുന്ന് ദിവസം പറഞ്ഞില്ലേ സമയം പോകുന്നേയില്ലെന്ന് അറിയില്ല. മദീനക്കൊന്നും പോയിട്ട് എടുക്കും പോയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ട. അപ്പം നാളെ പോകണമെന്നാണ് വിചാരിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് 2 ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ നാളത്തെ വീഡിയോത്തിലുണ്ട് ഞങ്ങൾ പോകുന്നത്. ബർബുണ്ടാക്കും. ഞാൻ ഫസ്റ്റ് കുറച്ച് തേങ്ങ എണ്ണ ഒഴിക്കും. ഞങ്ങൾക്ക് ശരിച്ചാൻ്റെ ഉമ്മ ഒഴിക്കുന്നാണ്ടിനെ അങ്ങനെ കുറച്ച് തേങ്ങ എണ്ണ ഒഴിക്കും. പിന്നെ തേങ്ങ ഇടും. പിന്നെ തേങ്ങ കട്ട പോയിട്ടൊന്നുമില്ല, ഞാൻ പൊടിച്ചിട്ട് ഇടുന്നുള്ളത്. പക്ഷേ മോശമില്ല, എന്തോ ആയിട്ടൊന്നുമില്ല, പൊട്ടായിട്ടൊന്നുമില്ല. അത് മീൻസ് കറി എന്തോ ഇതായിട്ടൊന്നുമില്ല എന്ന്. പിന്നെ ഇത് ഉള്ളി പച്ചമുളക് ഇടലുണ്ട്, ഞാൻ പച്ചമുളക് ഇട്ടിട്ടായില്ലേ. പിന്നെ ജീരകം ഇടും. എത്ര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറിച്ചപ്പലെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റും. അതിൻ്റെ ഒരു കറി ഇട്ടിട്ട് മിക്സ് ആക്കും. എനിക്കെന്തോ ഒരു ഇഷ്ടം ബീഫ്, പണ്ടേ ഇഷ്ടമാണ്. പിന്നെ ഈ ബർബ് എന്തോ ഒരു ഇഷ്ടം. അമ്മ ഇവിടെ എത്ര ഉണ്ടാക്കിയ നാട്ടിലത്തെ ടേസ്റ്റ് വരുന്നില്ല, അതെന്തെന്നറിയില്ല. നാട്ടിലെ മടുപ്പിലല്ലേ അല്ലേ ബീഫ് കറി ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് മട്ടൻ ഇഷ്ടം. മട്ടൻ അമ്മ അങ്ങനെ കഴിഞ്ഞ പിന്നെ ഇഷ്ടപ്പെട്ടത് ശരിച്ചാൻ്റെ അവിടെ പോയിട്ട്. നമ്മളവിടെ അങ്ങനെ മട്ടൻ വെച്ചോണ്ടായിട്ടാ. ആടെ പള്ളിയിലല്ലോ മട്ടൻ കറി തന്നെ ഈ നബിദിനത്തിന്. പിന്നെ എന്തിനോ ഉണ്ടല്ലോ അങ്ങനെയല്ലോ മട്ടൻ തന്നെ. ആട്ടിൻ്റെ കറീൻ്റെ പറമ്പും പത്തലുണ്ടാവും, ചോറും മട്ടൻ പറമ്പും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ കൂട്ടി ടേസ്റ്റ്. ഞങ്ങൾക്ക് ഫസ്റ്റിലൊന്നും വെക്കില്ല, ഒരു സ്മെല്ല് വന്നോണ്ടേ ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഭേദമായി, പിന്നെ കൂട്ടിയിട്ട് ഭേദമായി, എനിക്ക് ഇഷ്ടമായി. പിന്നെ എൻ്റെ ആടെല്ലാം എല്ലാത്തിനും ബീഫ് തന്നെ, എല്ലാ പരിപാടിക്കും പള്ളിയിലും ബീഫിൻ്റെ വറവുണ്ടാവും. ഇവിടെ റാത്തീബിന് മാത്രം ബീഫിൻ്റെ വറവുണ്ടാകുന്ന, ബാക്കിയെല്ലാം മട്ടൻ ഉണ്ടാകുന്ന. അങ്ങനെ മട്ടൻ ഇഷ്ടപ്പെട്ട് ഇപ്പം മട്ടൻ ഇഷ്ടം. പക്ഷേ ഈടുന്ന് കിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈടുന്ന് ഞാൻ മേങ്ങിയിട്ട് വെക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. കഴിഞ്ഞ വീടത്തിൽ കണ്ടിട്ട് മട്ടൻ്റെ ഒരു മന്തിയും മട്ടൻ്റെ ഒരു ഇതുണ്ടേ, ഒരു ഉപ്പില്ല, മുളില്ല, പുളിയില്ല, എന്തില്ല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നല്ല മുളക് പൊടി വേണം, എരിവ് വേണോ, പിന്നെ ഉപ്പ് വേണോ, അങ്ങനത്തെ എല്ലാം ഉള്ളത് ഞാൻ ശരിച്ചൊക്കെ ഇഷ്ടം. അങ്ങനത്തെ ഈടുത്തെ ഫുഡ് ചിക്കനായെങ്കിൽ മട്ടനായെങ്കിൽ ഇഷ്ടം. ചിക്കൻ പൊതുവെ ഇഷ്ടമല്ല ശരിച്ചാക്ക്. പക്ഷെ ഈടുന്ന് കിട്ടുന്ന ചിക്കനില്ലേ, ഇപ്പം മന്തിയായെങ്കും അതെല്ലാം ഇഷ്ടം. നമ്മുടെ നാട്ടിലത്തെ അത് ഇഷ്ടമല്ല. വലിയ പുളി എരിവിനോട് താല്പര്യമില്ല. പക്ഷെ ഉപ്പ് വേണം, ഉപ്പ് ശരിച്ചാക്ക് നിർബന്ധം. പക്ഷെ എന്നെ പോലെ വേണ്ട, ഞങ്ങൾക്ക് നല്ല ഉപ്പ് വേണം. എൻ്റെ ഒത്താർക്ക് ഉപ്പ് വേണ്ട, എനിക്ക് ഉപ്പ് വേണം. ഞാനിവിടെ വന്നിട്ട് പഠിച്ച ഉപ്പ് ശരിച്ചാനവിടെ വന്നിട്ട് നല്ല ഉമ്മാനൊക്കെ കൂടിയിട്ട് നല്ല ഉപ്പ് വേണം എനിക്ക്, അല്ലെങ്കിൽ നല്ല ഉപ്പ് വേണം. അങ്ങനെ ഞാൻ കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിതാ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തതാണ് ഗ്രൂപ്പിലെല്ലാം ഇടാൻ വിചാരിച്ചിട്ട്. പത്തലിൻ്റെ വറവ്, പക്ഷേ ബീഫിൻ്റെ വറവും പത്തലും കൂട്ടിയിട്ട് അപ്പം തോന്നും. ഒരു 12 മണിയാവാനനുസരിച്ച് വന്നൊന്ന് ഫ്രഷ് എല്ലാം ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇതാ പിറ്റേ ദിവസത്തെ വീഡിയോ. ഞാൻ മത്തങ്ങ മേങ്ങിയിട്ടുണ്ടായിരുന്നു മിഞ്ഞാന്ന്. അപ്പോൾ പാതി സാമ്പാർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായി, അതിൽ കിട്ടും പാതി ഉണ്ടായപ്പോൾ കറി വെക്കാന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ മദീനക്ക് പോയിട്ടാണ്. അപ്പോൾ ഇന്നാണ് ബാക്കിയുള്ള പരിപാടിയല്ലോ. അപ്പോൾ മദീനക്ക് ഇത് പോകണമെന്നുണ്ട്, അറിയില്ല. പിന്നെ മീൻ വാങ്ങാൻ ഇൻഷാ അല്ലാ ഇന്ന് പോവും. ചോറ് വയ്ക്കുന്നായിട്ട് മിന്നെ പോവാന്ന്, അല്ല ചോറ് വെച്ചിട്ടായിട്ട് കഴിഞ്ഞില്ല എന്താ വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു സമയം ഞാൻ രാവിലെ ഒരു 10:30 മണിയായി ഞാൻ ചായ കുടിച്ച്. ഇന്നലെ രാത്രി തൊട്ട് പത്തലും പിന്നെ ഇറച്ചി കറിയും ഉണ്ടായി. ഞാൻ ഇന്നലെ തിന്നിട്ടല്ല രാത്രി, ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ ആടിനെ തിന്നിട്ട് വന്നതിനാ. പിന്നെ ശരിച്ചാക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്തത്. പത്തിൽ കുറച്ച് ജാസ്തി ഉണ്ടാക്കിയിട്ടുണ്ടായി, രാവിലെ എന്താ കാണിക്കല്ല. അപ്പോൾ ശരിച്ച തിന്നിട്ട് പോയിട്ട് ബാക്കിയുണ്ടായി. അപ്പം ഞാൻ തിന്നിട്ടായിട്ട് നേരെ ആ കിച്ചണിലോട്ട് വന്ന് ഫസ്റ്റ് കറി ഉണ്ടാക്കാനായിട്ട് ചോറ് വെക്കാം വരെ പോത്തിച്ചിട്ടാണ്. അല്ല ഞാൻ വെള്ളിയാഴ്ച നിന്ന് പോത്തിച്ച് ശനിയാഴ്ച നനക്കല് എന്തുമില്ല, എല്ലാം പോയിനും.
ഇനി പിന്നെ ഇന്ന് പൊതിച്ചിട്ട് നാളെ നനക്കണം അത്ര. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ വിചാരിച്ച് 2 ദിവസത്തെ വീഡിയോ ഇടാന്നു. അവർക്ക് പോയിട്ട് ഇതാക്കിയിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ ആടുന്ന് വലിയ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ആടെ വേറെ ഫാമിലിയെല്ലാം വന്നിട്ടുണ്ടായി. അപ്പം പിന്നെ ഓരോടെ മുണ്ടിക്കൊണ്ട് സമയം പോയി അറിഞ്ഞില്ല. പോകുമ്പോൾ ഞാൻ 5:30 മണിയാവാനായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഫാമിലി വന്ന് പിന്നെ അവരോട് മുണ്ടിക്കൊണ്ട് അവിടെ ഇരുന്ന് അങ്ങനെ സമയം പോയി അറിഞ്ഞില്ല. രാത്രി ഒരു 11 മണിയാവാൻ വന്നിനെയാണ്. അങ്ങനെയൊക്കെയാണ് സംഭവം. ഇന്നലെ എന്തൊന്നും നടന്നിട്ട പരിപാടി എല്ലാം ഇന്നത്തേക്ക് തന്നെ അതിനെല്ലാം മുറിച്ചിട്ട് എന്തില്ല പരിപ്പില്ലല്ലോ, പരിപ്പിട്ടിട്ട് ഞാൻ വെക്കലേ. ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കണം. രാത്രിക്ക് ഇങ്ങനെ മീൻ വെക്കണം. നാളെ സ്കൂളുണ്ടല്ലോ. അപ്പോൾ മറ്റന്നാൾക്ക് നാളേക്ക് ഉച്ചക്കത്തേക്കുള്ളതും ഇന്ന് രാത്രിക്കുള്ളതും ഇന്ന് ഉച്ചക്ക് മീൻ കൊണ്ട് വന്നിട്ട് വെക്കണം. അങ്ങനെയാണ് പ്ലാനുള്ള. അപ്പോൾ ഇത് മുറിച്ചിട്ട് തരാം. അപ്പോൾ ഇതാ മുറിച്ചിട്ടായി. ഇതിനൊന്ന് വേവിച്ചെടുക്കണം. എന്തില്ല 3 പച്ചമുളക്, ഒരു ഉള്ളി, ഒരു പകുതി തക്കാളി എല്ലാം ഫുള്ള് ഇടട്ടിയാണ്. എല്ലാം തീർന്നാച്ച് ഇന്നലെ മദീനൊക്കെ പോയിട്ടില്ലേ എന്തും വാങ്ങിയിട്ടുണ്ടായിട്ട്. ഇപ്പോൾ കറി വെക്കുമ്പോൾ തക്കാളി ഇല്ല. രാത്രി മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഉപ്പിടാം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടാവും ഞാൻ. 1/2 ടേബിൾ സ്പൂൺ. പിന്നിലേക്ക് മഞ്ഞപ്പൊടി. ഞാൻ മെയിൻ പോകുന്നതിനറിയോ മദീനൊക്കെ പോകാൻ വിചാരിക്കുന്ന എന്താ വീട്ടിലുള്ള സ്റ്റിക്കർ വാങ്ങാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും. ഇത്ര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. മത്തങ്ങ ഒരു ചെറിയ തീയിൽ 1 വിസിൽ മതിയെന്ന് തോന്നും. അത്രയാണ് വെക്കൽ. അപ്പോൾ ഒന്ന് അടിച്ചിട്ട് അടുപ്പിച്ചിട്ട് വരാം. ഇതാ ഞാൻ ചോറും വെച്ച്. അപ്പോൾ ഇതാ കറി സെറ്റായി. ഇനി എടുക്കുന്ന കലം പോരണം മതി. അങ്ങനെല്ലാം ലുലു തന്നെ എടുക്കാൻ വിചാരിക്കുന്ന സാധനമല്ലോ. മദീനയിൽ പോകണം ഞങ്ങൾക്ക്. അതിനോണ്ട് ഞാനിങ്ങനെ ഇതാക്കുന്നത്. പക്ഷേ പോകാനുള്ള ഇതില്ല. നമുക്ക് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പോരാൻ വണ്ടിയില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് നിന്നിട്ടുള്ളത്. നാൻസിൻ്റെ ഒക്കെ പോലെ പക്ഷേ നാൻസിക്ക് പനിയും കിടാക്കും പനിയും അങ്ങനെല്ലാം ആയിട്ട്. നാൻസി മൈ ഫ്രണ്ട്, അവളും ഹസ്ബൻഡ് സരിച്ചാൻ്റെ ഫ്രണ്ട്. അത് വഴി എനിക്ക് അവള് ഫ്രണ്ടായി. ഞാൻ എല്ലായിടത്തേക്കും പോകുന്നവളൊക്കെ തന്നെ അധികം പാർക്കിലേക്കെല്ലാം പോകാൻ. ഇങ്ങനെയാണ് സംഭവം. ഇപ്പം എല്ലാവർക്കും പനിയുടെ കൂടുതലായിട്ടും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് മനസ്സിൽ എനിക്ക്. ക്ലൈമറ്റ് മാറുന്നതിൻ്റെ തോന്നുന്നു. ഭാഗ്യം. അല്ല ഞാൻ എപ്പോൾ ഇടുമ്പോൾ ചൂടായിട്ടുള്ളതിന് ഞാൻ എപ്പോഴും സരിച്ച പറഞ്ഞു എണ്ണ ചൂടായിട്ടുണ്ട്. വെളുത്തുള്ളി പിന്നെ ഇച്ചിരി സാമ്പാർ പൊടി ഇടണം. ഓക്കെ ബസ് ഇച്ചിരി സാമ്പാർ പൊടി. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, നല്ല മജയുണ്ട്. ആഹാ നല്ല സൗണ്ട്. ഇതാ നമ്മുടെ കറി. ഇതാണ് മത്തങ്ങ. എനിക്കിഷ്ടം. ചെറിയൊരു മധുരമെല്ലാം ഉണ്ടല്ലേ, അതുകൊണ്ട് എനിക്കിഷ്ടം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, ഓഫാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താക്കി അറിയോ, സർവത്താക്കി. ഇത് മറ്റേ ഉറുമാമ്പഴത്തിൻ്റെ പൊടി. അപ്പോൾ ഞാൻ മുഞ്ചിത്ത കുടിച്ചിട്ടുണ്ടായി. അതിൻ്റെ പാത്രത്തിൽ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. താഴ്ചിട്ട് കഴിഞ്ഞില്ല ചൂട്ടിൽ. ഇന്ന് കുറച്ച് കുറവുള്ള പോലെ ഉണ്ട് ചൂട്, എന്നാലും ചൂടുണ്ട്. കലങ്ങട്ട്. ഏകദേശം എൻ്റെ പണിയല്ലായി. ഇനി
ഇനി പ്രത്യേകിച്ച് പണിയില്ല. എൻ്റെ ട്രൈ ബോർഡിൻ്റെ ഇത് ഇടുന്ന എളിപ്പോയി. അയ്യോ ബേജാർക്ക് ഭാഗത്ത് ഇത് ഇടുന്നു. ഇങ്ങനെ നിൽക്കണ്ടേ, തെളിപ്പോയി. ആ പൊന്നു പോലെ കൊണ്ട് നടണേ അതും പോയി. ചേച്ചറിഞ്ഞെങ്കിൽ എന്നെ കൊല്ലും പറയും. അന്ന് മേങ്ങിച്ചാണ് ട്രൈ ബോർഡ് മേ പൊട്ടിനെൻ്റെ ഇവൻ പൊട്ടി. ഇനി കുറച്ച് വിശ്രമം എന്നിട്ട് കുളിക്കണം. അപ്പോഴത്തേക്കും സെരിച്ച വരും. പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കണം. പിന്നെ മീൻ മേങ്ങാൻ വേണം ഫസ്റ്റ്. ഇത് കഴിഞ്ഞിട്ടായിട്ട് വന്നിട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാ ഞാൻ ബുർക്കെല്ലാം ഇട്ട് നിന്നിട്ടുണ്ട്. പണിയെല്ലാവരും കുറച്ചേരം കടന്ന് ഉറങ്ങിപ്പോയി. കണ്ണെല്ലെന്തോ പോലെ ഉണ്ട്. ഇപ്പോൾ സെറ്റ് വിളിച്ചിട്ടുണ്ടായി വരുന്നുണ്ട്, നമുക്ക് മീൻ മേങ്ങാൻ പോവാണ്. അങ്ങനെ ചടപ്പടേന്ന് ബുർക്ക കഴിഞ്ഞിട്ടുണ്ട്. സെറ്റ് വന്നു. അങ്ങനെ ഒരു 1:30 മണിയാകുമ്പോൾ സെരിച്ചെത്തി. ഞങ്ങൾ ഇതാ മീൻ മേങ്ങാൻ ഇപ്പോൾ ഇന്നെങ്കും മീൻ മേങ്ങോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായി. എനിക്ക് മീൻ ഇഷ്ടം. മീൻ കറിയല്ല കാച്ചി തിന്നാനേ. അങ്ങനെ അവരുടെ വഴി കൂടി പോകാൻ ശരിക്കും അപ്പുറത്തല്ല പോകണ്ടേ. സെരിച്ച ചെല്ലി നമുക്ക് ഈല പോവാ, ഈല ബയ്യുണ്ടെന്ന്. സെരിച്ചൊക്കെ സംഭവം മാറിപ്പോയത്. എന്നിട്ട് ഞങ്ങൾ വെയിലത്ത് കുറച്ചും കൂടി നടന്ന് അങ്ങോട്ടേക്ക്. കുഴപ്പമില്ല, നല്ല വെയിലെല്ലാം കൊണ്ട് അങ്ങനെ എന്താ ഞങ്ങൾ മീനിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തി. വലിയ മീനുണ്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റ് കണ്ണിലേക്ക് തട്ടിയ പാര താഴെ ഉണ്ടായി. എനിക്ക് ഇഷ്ടപ്പെട്ട മീൻ പാര. അങ്ങനെ അത് മേങ്ങി. പിന്നെ മാഞ്ചി മേങ്ങി. പിന്നെ നമ്മൾ എപ്പോഴും കാണിച്ചു തോന്നുന്ന ഒരു മീനുണ്ട്, എന്തിപ്പോൾ ശരിയാ അങ്ങനെ എന്തോ പേരിലൊരു മീനും. അങ്ങനെ അതെല്ലാം മേങ്ങിട്ട് ഇതാണ്ടെങ്കിൽ വരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുത്തുണ്ട്. എമ്മനി ഹോട്ടലുണ്ട് ഇവിടെ. രാത്രി വരുത്തുണ്ട്. എപ്പെങ്കും രണ്ടോട്ടോ എന്തോ വന്നിന് ഞാൻ. അവിടുന്ന് റൈസും മന്തി ചോറും വെച്ചിന്. അതിൻ്റെ അടുത്താണ്. അപ്പോൾ കുറച്ച് നടക്കാണ്ട് ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ്. അങ്ങനെ ആ റൂമിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഈ കറി കാണുമ്പോൾ ആരും ഇതാക്കണ്ട. ഞങ്ങളുടെ നാട്ടിൽ ഈ കറി ഇഷ്ടം ഞങ്ങൾക്ക്. പച്ചപ്പയറിൻ്റെ ഉപ്പിൻ്റെ എണ്ണി, വേളൻ്റെ ഉപ്പിൻ്റെ എണ്ണി, പിന്നെ അങ്ങനത്തെ കുറച്ച് പയറിൻ്റെ ഉപ്പിൻ്റെ എണ്ണി, ഈ മത്തങ്ങാൻ്റെ ചെറിയ വെള്ളം, അങ്ങനത്തെ എല്ലാം എനിക്ക് ഇഷ്ടം. പിന്നെ ആരും കമൻറ്റ് ബാഡായിട്ട് ഇടരുത്. ഇതാ ഞാൻ മീനെല്ലാം മെയ്ക്കൊണ്ട് പറഞ്ഞു കൂട്ടലിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് വെക്കായിട്ട്. അയ്യോ പോയി ഇതെല്ലാം എന്തെല്ലോ കൊണ്ടുവന്ന പാത്രം മോശമില്ല. എന്തെല്ലാം ഇട്ടേക്കാം. മാഞ്ചി മീൻസ് മാഞ്ചിനെന്ത് പച്ചല്ലേ തെച്ചാക്കറിച്ച് നമ്മുടെ നാട്ടിൽ മാഞ്ചിന്ന് പറയുന്നത്. മാഞ്ചിന് ആവോലി നല്ല ചെല്ലല്ലേ. ഇതാണ് ആവോലി മാഞ്ചി. ഇതെന്ത് ഇത് നമ്മൾ കാച്ചാൻ വേണ്ടിയിട്ട് മീൻ. നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാച്ചി തോന്നുന്ന മീൻ ശരി. ഇതെന്ത് ഇത് അല്ല, ഇത് ശരിയല്ല. ഇത് പാര എടുത്താ പാര. ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളെന്നെ കളിയാക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നീ മീനിനെ പൊക്കി കുടിച്ചോണ്ട് വന്നിനേ. ഇത് പാര, നമ്മുടെ നാട്ടിലെ പാര. ഇതല്ലേ ഇത് കറിയക്കണ തൊഴിലിച്ചിട്ട് നീ പാര കറിയക്കല്. എന്നിട്ട് ഞാനത് മുറിക്കാല്ലേ, എനിക്ക് തൊഴിലിക്കാൻ അറിയാത്തോണ്ട്. പാര കറിയക്കുന്നല്ലേ. വീഡിയോ എടുക്കുന്നതിൻ്റെ പണി ഇതാണ്. ശരി 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 മീൻ ശരി മീൻ. അയ്യോ വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഉണ്ട് മീൻ മിക്ക മീനെ പായുന്നെടുക്കണേ. എല്ലാം ഒന്ന് ഇട്ടിട്ട് വെക്കാം. ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഞാൻ അടുത്ത ആഴ്ച വന്നു, ഈ ആഴ്ച വന്നില്ല. അയ്യോ ആ തെറ്റോ.
ഇന്നപ്പോൾ ഇത് മീൻ കറി വെക്കാമെന്ന്. ഇത് ഫുള്ള് വെക്കുന്നില്ല, പാതിന് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പാര 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 പാരേ പാര തലനെ കട്ടാക്കിനൂറ്. അപ്പോൾ ഇങ്ങനെയാണ് കഥകൾ. ഇത് രണ്ടോട്ട് വെക്കാണ്ട്, ഇത് രണ്ടോട്ട് വെക്കാണ്ട്, അതൊരുക്ക വെക്കാണ്ട്. ബസ് ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന മീൻ. പിന്നെ ഇതാ ഞാൻ വണ്ടിയിലെല്ലാം കയറി കുത്തിർന്ന് ഒരു 5 മണിയാണ്. അല്ല ഞാൻ 5:30 അല്ല ഇന്ന് വെള്ളിയാഴ്ച തന്നെ. ഇന്ന് 5 മണിയാകുമ്പോൾ മദീനക്കെല്ലാം പോകുന്നല്ലേട്ട്. അപ്പോൾ ഇതാ ഞാൻ പോകുന്നുണ്ട്. പകുതിന്ന് ദൈനബ കയറും, ഞാൻ ദൈനബാവും ദൈനബൻ്റെ മോന് ചെയ്യാനും പോകുന്നത്. അങ്ങനെ ഞങ്ങളാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായില്ല പോകുമ്പോഴേക്കില്ലേ എയർപോർട്ടിനടുത്ത് ഇങ്ങനെ ഫ്ലൈറ്റ്, പിന്നെ ഹെലികോപ്റ്റർ. ഫ്ലൈറ്റ് കഴിഞ്ഞു, ഞാൻ വീഡിയോ എടുത്തിട്ട് ഓണാക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് കഴിഞ്ഞു. ഹെലികോപ്റ്റർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ മദീനക്ക് എത്തി. ഞങ്ങൾക്ക് 2-3 പാൻറ്റ് നോക്കണ്ടുണ്ടായി. ഉള്ളിലേക്കൊന്ന് ടൈറ്റ്സ് പോലത്തെ ചെറിയ നേരിയ പോലത്തെ പാൻറ്റില്ലേ, അതെനിക്ക് ആവശ്യമുണ്ടായി. അങ്ങനെ അത് നോക്കി. പിന്നെ ഇതിവിടെ ഫർദെല്ലാം വെച്ചിട്ടുണ്ടായി. എൻ്റെ എപ്പോഴും കണ്ണു പോകുന്ന ഫർദാക്ക് കളർ എനിക്ക് ഇഷ്ടമല്ല. ഫർദ എപ്പോഴും എനിക്ക് ബ്ലാക്ക് തന്നെയാണ്. പിന്നെ ഈ ഐസ് സ്കാർഫ് നോക്കണ്ടുണ്ടായി. പക്ഷേ ഈ ഐസ് സ്കാർഫ് ഉണ്ട്, വലുത് ലെങ്ത്ത് ഉണ്ട്. ലെങ്ത്ത് എനിക്ക് വേണ്ട. അങ്ങനെ ആടുന്ന പാൻറ്റ് എടുത്ത്. പിന്നെ ഒരു ചെരുപ്പ് എടുക്കാനുണ്ടായി. അങ്ങനെ ഉള്ളിലിടുന്ന ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായി, അതെല്ലാം എടുത്ത്. പിന്നെ കുറച്ച് സാധനം നോക്കി. ചെക്കനിക്ക് കുറച്ച് സ്കൂളിലത്തെ സാധനങ്ങൾ എല്ലാം ഉണ്ടായി. അങ്ങനെ അതെല്ലാം നോക്കി. നല്ല പാങ്ങുണ്ടാണ് ഇങ്ങനെ. ഈ സെക്ഷൻ നല്ല പാങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അപ്പുറത്തേക്ക് പോയി. അവിടെ പോയി ഒരു സാധനം എടുത്ത്. അവിടെ നിന്നാണ് കുറച്ച് സാധനം എടുക്കണ്ട. പയർ, ബാള, പിന്നെ മുൾപ്പൊടി, മസാലക്കൂട്ട്, അങ്ങനത്തെ കുറച്ച് സാധനം. മുൾപ്പൊടി ഏതെടുക്കണമെന്ന് പറയാം. എനിക്ക് എപ്പോൾ എടുത്താൽ നല്ല എരിവുണ്ട്. അങ്ങനെ ജനവ് പറഞ്ഞു തന്നിട്ട് ജനവ് പറഞ്ഞെന്നല്ല ഞാൻ എടുത്തത്, വേറെ ഒന്നുണ്ടായിട്ട് അതിന് ഞാനൊന്ന് ട്രൈ ആക്കി നോക്കാനായിട്ട് അതെടുത്ത്. അങ്ങനെ 2-3 എൻ്റെ മറ്റേ ചെറിയ ട്രോളി നിറച്ചുണ്ടായി സാധനം. അങ്ങനെ ആ സാധനം എല്ലാം എടുത്തു. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കില്ലേ ഇതിലോ എടുക്കണമെന്ന് തോന്നുന്നു. കണ്ണാടി ചോക്ലേറ്റെല്ലാം കുറച്ച് ബലക്കുണ്ട്. ഞാൻ കുറേ ചോക്ലേറ്റ് കഴിക്കില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സ്നിക്കേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ മെയിൻ പോയത് ബേളക്ക്. ഞാൻ അധികം ഞങ്ങളുടെ യൂസ് ആക്കുന്ന സംഭവം ബേള. ഞങ്ങൾക്ക് ഈ ബേളൻ്റെ ഉപ്പിൻ്റെ എണ്ണി, പിന്നെ മത്തങ്ങാക്ക് ബേള ഇട്ടിട്ടുള്ള ഒരു വെള്ളം പോലെ ഉപ്പിൻ്റെ എണ്ണി പോലത്തത്, അതെല്ലാം എനിക്ക് ഇഷ്ടം. എനിക്ക് അങ്ങ് ചെറിച്ചാക്കായങ്ങ്. അപ്പോൾ വലുതെടുക്കണ ചെറുതെടുക്കണ എങ്ങനെ കൺഫ്യൂഷൻ. പിന്നെ ഞാൻ ചെറുതന്നെ എടുത്ത് 2 കിലത്തിൻ്റെ വേണ്ട, 1 കിലത്തിൻ്റെ മതി. ഭയം എപ്പം വന്നെങ്കിൽ എടുക്കാമല്ലോ എന്നിട്ട് ഞാൻ അൻസിനൊക്കെ ഇടയ്ക്ക് വരുത്തുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് സ്കൂളിൽ ഇൻഷാന്ന് പറഞ്ഞിട്ട്, ഓളൊക്കെ ഒരു അങ്ങനെ വരുത്തുണ്ട്. അതിനോണ്ട് അപ്പം വിചാരിച്ച് അപ്പം എടുക്കാമെന്ന്. അതിനോണ്ട് ഇതാക്കിയിട്ടാണ്. പിന്നെ ഇതാ സാധനം എല്ലാം ഓരോന്ന് പറക്കിയിട്ട് ഇടുന്നുണ്ട് ഞാൻ. ഇനി പച്ചരി എടുക്കാണ്ടായി. ഞങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എപ്പോഴും ശരിയാകുന്നില്ല. ഞങ്ങൾക്ക് ഇഡ്ഡലി ഇഷ്ടം. അങ്ങനെ ഞങ്ങൾക്ക് ശരിയാകാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആടുന്ന് പച്ചരി ബസ്മതിയിലേ ഉണ്ടായിക്കൊണ്ടേ. പിന്നെ ആടുന്ന് പച്ചരിയെല്ലാം മേങ്ങി സാധനമെല്ലാം മേങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ സൈനബാൻ്റെ റൂമിലേക്ക് ഞാൻ വന്നിട്ടായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് സെരിച്ചാൻ്റെ വേറൊരു മുതലാളി ലുലുക്ക് വരുന്നുണ്ടായി. അപ്പോഴൊക്കെ സെരിച്ചാൽ നീ ഉറക്കം ബാ, എനിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാനുണ്ട്, നാളെ സ്കൂളുണ്ടല്ലേ എന്നിട്ട് ഞാൻ പിന്നെ ഉറക്കം വന്നിട്ട് റൂമിൽ വന്ന് പിന്നെ സാധനമെല്ലാം ഒന്ന് പറക്കിയിട്ട് എടുത്തിട്ട് വെച്ച്. അങ്ങനെ ഞാൻ എത്തുമ്പോൾ തന്നെ അതിന് എത്ര മണി 9:30 മണിയായി. പിന്നെ മീൻ കറി വെച്ച് പാര ഇത് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് വന്നില്ല. ഫസ്റ്റ് കിച്ചണിലേക്ക് കയറിയിട്ട് മീൻ വെള്ളത്തിലിട്ട് വെച്ച്. പിന്നെ അരി അരിച്ച് ഒരു എന്തിപ്പോൾ കുറട്ടിപ്പത്തല അങ്ങനത്തെ എന്തോ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറട്ടിപ്പത്തല ഇല്ലെങ്കിൽ തേങ്ങാവും അരിയെല്ലാം അരിച്ചിട്ട് അപ്പച്ചട്ടിയിൽ ബയൻ്റെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കൈയോട് പ്രസ് ചെയ്യുന്നതാണ് കുറട്ടിപ്പത്തൽ. ഇവിടെ അങ്ങനത്തെ ഇതില്ലാത്തത് കൊണ്ട് ഒരു പാത്രത്തിൽ കൂട്ടുന്നത് നമുക്ക് തന്നെ പഠിപ്പിച്ച. അങ്ങനെ സെരിച്ചോട് ചെല്ലുണ്ട് തുന്നലുണ്ട് ഉണ്ടാക്കിയിട്ട്. അങ്ങനെ അതുണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ഇതാ ഫസ്റ്റ് മീൻ കറി വെക്കാനായിട്ട് മീൻ കറി ഉണ്ടാക്കി. പാര എടുത്തിട്ട് പകുതി മീൻ കറി വെച്ച് മിക്സിയിൽ അടിച്ച് അരിയെല്ലാം അരിച്ച് പോകുമ്പോൾ പകുത്തി വെച്ചിട്ട് പോയിനത്. പിന്നെ നമ്മൾ എന്താ തോടുമ്പോൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പാത്രമല്ല. പിന്നെ ഞാൻ അതിന് തന്നെ ജസ്റ്റ് ആടുന്ന് തന്നെ ഒന്ന് കയറ്റി സെറ്റാക്കിയിട്ട് വെക്കാൻ വിചാരിച്ച്. അങ്ങനെ ഇതാ ഞാൻ അപ്പച്ചട്ടി ചൂടാക്കണം. എന്നിട്ട് ഇത് ഈ ഒരു പാത്രം അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തടിയിട്ട് അതിലേക്ക് അമ്മ പിട്ട് വെച്ച് കൊടുക്കും. തേങ്ങാവും ഞാൻ ബസ്മതി അരിയിലെല്ലാം യൂസ് ആക്കുന്നത്, ദോശയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഞാൻ കുറച്ച് ചോറിട്ടത് ഫോൾട്ടായിപ്പോയി. അത് പറ്റി പിടിച്ചിട്ടില്ലേ, നല്ല പണി കിട്ടി ഞങ്ങൾക്ക്. അന്നെങ്കിലും ടേസ്റ്റ് ഉണ്ടായി.
അപ്പോൾ ഞാനിപ്പോൾ പച്ചരി മേങ്ങിയിട്ടുണ്ട് മതിയിൽ നിന്ന്. അപ്പോൾ വിചാരിച്ചതിന് അങ്ങനെ ഉണ്ടാക്കാന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ബിസ്മില്ല അല്ലിയിട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ ഇതാ 2-3 കയ്യിലെടുത്തിട്ട് ഞാൻ കൂട്ടിയിട്ട് ഉണ്ടാക്കി. 3ൻ്റെ അടുത്ത് ഇരിക്കട്ടെ, ചീന മൂടിയിട്ട് വെക്കാം. എന്തോ കൊട്ടിപ്പത്തിലും ചേർന്നതിന് പേര് ഞാൻ മീനല്ല പങ്ങല കിട്ടീനാവും അങ്ങക്ക്. മാഷാ അല്ലാ, സന്തോഷമായി എനിക്ക് മീനെന്തോരം ഇഷ്ടം. അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചിട്ടല്ല വരാം. അപ്പോൾ ഇതാണ് അപ്പം. ഇതൊന്ന് മാത്രം എനിക്ക് നേരെ കിട്ടിയത്, ബാക്കിയെല്ലാം ഫോൾട്ടായി പോയിനെ. പക്ഷേ ബിയം ചൂടോടെ എടുത്തോണ്ടെന്ന് തോന്നി ബൈ, ഞാൻ കറങ്ങി. ഇത് ഞാൻ ചൂടില്ലാതെ തണിഞ്ഞിട്ട് ലാസ്റ്റ് സെച്ച വന്ന പിന്നെ എടുത്ത. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച്. അപ്പോൾ ഇതാ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയ കറിയില്ലേ, അതിന് ജസ്റ്റ് ഞാൻ ചൂടാക്കാൻ വെച്ച് നാളെ കൂട്ടാലോ വേണമെങ്കിൽ കളയണ്ടാലോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ മീനിൻ്റെ കറി. സെറ്റ്. ഇത്രയേ ഉള്ളൂ വീഡിയോ, 2 ദിവസത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ആക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കേ.